ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റോൾസ് റോയ്സ് ചെയ്യണം. നമ്മൾ ഈ പുതിയ വീട്ടിലോട്ട് നമ്മൾ താമസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലീസുകാർ കിടക്കുന്ന എന്തായാലും ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇതിലോട്ട് നമ്മൾ താമസം മാറിയതിൻ്റെ മെയിൻ കാരണം ഇതാണ്. നമ്മളിവിടെ പുതിയ ഷോറൂം ഇട്ടിട്ടുണ്ട്, കാർസ് ആൻഡ് ബൈക്സിൻ്റെ. നമ്മൾ ഏതൊക്കെ കാർസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളെ ലംബോർഗിനി ഉണ്ട്, പോർഷ് ഉണ്ട്, പിന്നെ KTM ഉണ്ട്, ബൈക്സാണ് KTM. പിന്നെ ഡ്യൂക്കിൻ്റെ സ്റ്റണ്ടിങ് ബൈക്കുണ്ട്, ഡ്യൂക്ക് 200, ഡ്യൂക്ക് 390, പിന്നെ KTMൻ്റെ ഏറ്റവും പുതിയ മോഡൽ RC ഒക്കെയാണ്. നമ്മൾ ഇത്രയും വണ്ടിയിലാണ് ഉള്ളത്. വേറെ കാര്യം, നമ്മളെ ഈ സിറ്റിയിലെ പ്രസിഡൻറ്റിന് നമ്മളിവിടെ വണ്ടികൾ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇത്രയും പോലീസുകാർ ഗോൾഡൻ വണ്ടിയാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ആ ഗോൾഡൻ ലംബോർഗിനി, ഗോൾഡൻ പോർഷയും, പിന്നെ 2-3 ബൈക്കും. അതിന് നമ്മൾ ലോറിയൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് എന്തൊരു നിഴലൊക്കെ പോലീസ് അണ്ണൻ്റെ വണ്ടി ഇടിച്ച് നമ്മളൊക്കെ മോഡിഫൈ ചെയ്യുമ്പോൾ അണ്ണം പിടിച്ചോണ്ട് പോകാൻ വീട്ടിൽ വരും. അണ്ണം മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ചോണ്ട് പോകാൻ മോളിഞ്ഞേ ഇടിച്ച് തറപ്പിക്കുന്നു. പൈസ നമ്മൾ ട്രക്ക് എടുത്തിട്ട് വന്നിട്ട് കാണാം. ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ ട്രക്ക് കിടപ്പുണ്ട്. വണ്ടി ഒന്ന് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ട്രക്ക് എടുക്കാൻ പോകും. റോൾസ് റോയ്സ് ആണ്. നമുക്കിവിടെ പൈസ അവിടെ നിന്ന് ഒപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ വീട് നമ്മൾ വിറ്റ് ഒരു 30 കോടിക്കാണ് വിറ്റത്. സിറ്റിയിലുള്ളവരെല്ലാവരും അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വാങ്ങിച്ചോളിച്ചോളൂ വിലക്ക്. പൈസ നമ്മളെ ട്രക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രക്കൊന്ന് വളയ്ക്കണം. ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാണ്. ഗോൾഡൻ വണ്ടിയാണ് കൊണ്ടുപോകണം, സൂക്ഷിക്കണം. ഗോൾഡൻ വണ്ടിയാലത് കിടന്നാണ് പോലീസ്. നമുക്ക് പോകാൻ നേരത്തെ പോലീസ് എസ്കോർട്ടൊന്നും കാണൂല. ഇങ്ങനെ പോകണം. ഇവിടെ കണ്ട ഒരു ഐഫോൺ ഇരിക്കുന്നുണ്ടാ, അതിൻ്റെ അടിയിലോട്ടൊക്കെ കാണാം. ഇത് നമ്മൾ എടുത്ത പുതിയ iPhone 14 Pro ആണ്. നമ്മൾ രോഹിത് അണ്ണൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, രോഹിത് GS എന്ന്. അതിൻ്റെ മണ്ടയിലും 14 നമ്മളെടുത്ത പുതിയതാണ്. അവിടെ വെച്ചങ്ങനത്തെ എല്ലാവരും കാണാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഞാൻ നേരെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓടിയിലടിയില്ല, ഐഫോണൊക്കെ ഇരിക്കുന്ന വണ്ടിയാണ്. ഇടിച്ച ഐഫോണും ഇടിച്ചു. ഗൈസ്, നമ്മൾ മൊത്തം കുരുങ്ങിയിട്ടുണ്ട്. ഇൻറ്റീരിയർ വ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റും വണ്ടി. നൈസായിട്ട് ഞാൻ റിവേഴ്സൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അവിടെ നല്ലോണം വളയ്ക്കണം. വളച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തൊക്കെ കയറ്റിയിട്ട് കാണാം. ഗൈസ്, നമ്മളെ പ്രസിഡൻ്റ് ഒരു കോൾ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഗോൾഡൻ കാർസിൽ ലംബോർഗിനി മാത്രം മതി, പോർഷെ വേണ്ടെന്നാണ്. ഗൈസ്, പോർഷെ നമ്മൾ അവിടെ ഫ്രണ്ടിൽ കിടപ്പുള്ള ലംബോർഗിനി നമ്മൾ ബാക്കിലോട്ട് മാറ്റിയിട്ടേക്കണം. അപ്പോൾ നമ്മളെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു KTM RC എന്നൊക്കെ നമ്മൾ ഓരോ പീസ് വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ബൈക്സ് കാറ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായി. നമ്മൾ ബാക്കിൽ കിടന്നു ചുമ്മാണ്. വേറെ ലംബോർഗിനി നമ്മൾ വേറെ ചെറുക്കൻ്റെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതാവാൻ കൊണ്ടേ കൊടുത്തോളും. നമുക്ക് ബൈക്സിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ഓണറിന് ബൈക്സിൻ്റെ ജോലി, അമ്മർക്കൊക്കെ കാർസിൻ്റെ ജോലിയാണ്. മറ്റൊരു തട്ടിക്കൊണ്ടില്ല കാറിൻ്റെ വല്ല ഒരു പേടി. പൈസ നമ്മളെ ബൈക്സൊക്കെ സെറ്റായിട്ടുണ്ട്. എത്രയും ബൈക്സാണ്. എനിക്ക് ജലദോഷമാണ് നടക്കും മൂക്ക് ആയിപ്പോണത്. അപ്പം നമ്മൾ നേരെ വണ്ടി എടുക്കുക. എൻ്റെ അടുത്ത് വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഞങ്ങൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രസിഡൻറ്റിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകണതെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്തിട്ട് തന്നെ പോകണം. രാത്രിയാവും. അന്ന് നമുക്ക് സീനില്ലാത്ത പ്രശ്നം അതിൻ്റെ ഇല്ല, കുഴപ്പമില്ല. കാർസൊക്കെ ആണെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് ഓടിച്ചോണ്ടെങ്കിലും പോയി. ഇത്രയും ബൈക്ക് എത്തി ഓടിച്ചോണ്ട് കാർ ഓടിയത്. ലോറിയാണ് എനിക്കൊരു പാടത്തിരി പോലെ. ബൈക്കൊക്കെ വെളി വീണ് പോകുന്നൊരു പേടി. നേരെ വീട്ടിൽ കൊണ്ടെന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരുങ്ങിട്ടോ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ നല്ലോണം പോകുന്നുണ്ട് ലോറിയിൽ. ഇത് ഒട്ടും സ്പീഡില്ലാത്ത ലോറി ആയതുകൊണ്ടാണ് പ്രശ്നം. എനിക്കൊരു മിത്തുണ്ട്. ആ മിത്തിനെ അടുത്ത വീഡിയോയിൽ കാണിച്ചത്. അത് എനിക്കാരും പറഞ്ഞു തന്നില്ല, എനിക്കറിയാവുന്നതാണ്. ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്തൊരു മിത്താണ്.
ഞാൻ ജീവിതം എൻ്റെ മോനെ ഓഫ് റോഡൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടാ. പറ്റുന്ന നമ്മൾ ഇടിക്കാതെയൊക്കെ തന്നെ മാക്സിമം പോകാൻ നോക്കുന്നുണ്ട്. ഒന്നാമത് ഇതെൻ്റെ സ്വന്തം ട്രക്കാണ്, അതുകൊണ്ട് പോറിലൊന്നും വരത്തരുത്. കൊണ്ട് പോണത് എനിക്കുള്ള വെയിറ്റല്ല, അതുകൊണ്ട് ഒട്ടും പുറകിൽ വരത്തില്ല. 200 ഇപ്പോൾ വീഴും. അന്തസ് ഡ്യൂക്ക് പകുതിയിൽ ചെയ്യണം. നമ്മൾ കയറ്റി നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കയറ്റിയിട്ടുണ്ട്. ഡ്യൂക്ക് പകുതി വെച്ച് പണി എന്നാണ്. നമ്മൾ നേരെ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ആലുവ പുഴയുടെ തീരത്ത് ആരുമേ ഇല്ല നേരത്ത് ടണ്ടട ഇനി അതിൽ പാട്ടൊന്നും പാടണ്ട. വണ്ടി ഐഫോൺ തുറക്കും. വണ്ടി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു വായിച്ചു നോക്കട്ടെ. പെട്ടെന്ന് എത്താനാ വണ്ടിയും കൊണ്ട്. ഗൈസ് മന്ത്രിയാണ് ഗൈസ്, പ്രസിഡൻറ്റ്. വണ്ടി കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നില്ലെങ്കിൽ നമ്മുടെ തല പോകുന്നില്ല, നമ്മളെ ഷോറൂം പൂട്ടും. ചിലപ്പോൾ പൂട്ടാനില്ലെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടാണെങ്കിൽ അവർക്ക് വണ്ടി കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ പെട്ടെന്ന് എത്തിക്കാൻ പോലും പതുക്കെ പോയാൽ മതി. ഫ്രീ ആയിട്ട് നമ്മൾ വണ്ടി കൊടുക്കുന്നതിൻ്റെ കാരണം ഷോറൂമിനൊരു പരസ്യത്തിന് വേണ്ടിയാണ്. ഫ്രീ ആയിട്ടാണ് നമ്മൾ വണ്ടി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആരും വീഡിയോ കണ്ടില്ല സബ്സ്ക്രൈബൊന്നും ചെയ്യാതെയാണ് ഇപ്പോൾ 48 വ്യൂവേഴ്സുണ്ട് കുറേ വീഡിയോയ്ക്ക്. അതിൽ 48 പേര് പോയിട്ട് 16 പേര് പോലും സബ്സ്ക്രൈബ് ചെയ്തു. 48 ഇപ്പോൾ 60-70 ആയിക്കാണ്. ഒരു ഒറ്റ മനുഷ്യർ സബ്സ്ക്രൈബ് ചെയ്തു. 16 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള. അത് നിങ്ങൾ ആലോചിക്കണം. 17 ആയിക്കാണ്. പൈസ അത്ര അത് നിങ്ങൾ ആലോചിക്കണമില്ല. പാവപ്പെട്ട ഞാനാണ് ഇരിക്കണം. എനിക്ക് ഒരു സബ്സ്ക്രൈബിലേക്കും ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണിൽ കുത്താനാണ് ഇത്ര പാടല്ലേ. അപ്പോൾ കയ്യും കാലും ഇല്ലാത്തവരുടെയൊക്കെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ കയ്യും കാലും തന്നിട്ട് അതിൽ കുത്താൻ സബ്സ്ക്രൈബ് ബട്ടൺ. മോശയിപ്പ് ഈസ് മോശയിപ്പ്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ ഇങ്ങനെ ചാടി മാറി. നമുക്ക് കുറച്ച് നേരം രാത്രി ഇവിടെ കിടക്കാം. സന്ധ്യയൊക്കെ ആവാറായി കേട്ടോ രാത്രി. നമ്മൾ കുറേ ദൂരം തന്നെ ഡ്രൈവൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി ഒരു സൈഡാക്കിയിട്ട് കിടക്കുന്ന ഉറങ്ങാം. ഉറങ്ങാൻ നമുക്ക് വീടൊന്നും ഇല്ലെങ്കിലും നമ്മൾ വണ്ടിക്കകത്താണ് ഉറങ്ങാം. നമ്മളെ ഉറങ്ങാം. ഇത് രാവിലെ അപ്പം കാണാം. അപ്പം രാവിലെയൊക്കെ ആയിട്ടുള്ളൂ. നമ്മൾ വണ്ടിയുടെ താക്കോലൊക്കെ ഊരിയെടുക്കാൻ മറന്നു കയറാനൊക്കെ. എൻ്റെ അകത്തിരിക്കുകയും ചാടിക്കയറട്ടെ. ഞാൻ വണ്ടിയോടെ അതാണ് വണ്ടിയോടെ പുറച്ചോനെ വണ്ടി പ്രസിഡന്റിനെ കൊല്ലും. വണ്ടി ഇവിടെ എല്ലായിടത്തും പോയി നോക്കി വെക്കാം. ജസ്റ്റൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ വണ്ടി കിട്ടിയാൽ മതിയെന്ന്. കുറച്ചോനെ വണ്ടി കിട്ടണേ. എവിടെന്നെങ്കിലും വണ്ടിയുടെ പൊടിയെങ്കിലും കിട്ടണേ. ഈ ട്രക്കിൻ്റെയും പാർട്സൊന്നും കാണില്ലല്ലോ. എല്ലാം ഉണ്ട്. അങ്ങോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. ഇനിയിപ്പം നമ്മൾ വന്നൊരിക്കലും കളഞ്ഞു പോയാൽ നമ്മൾ ഇൻറ്റീരിയർ വ്യൂ കിട്ടാന്നപ്പം എല്ലാ വണ്ടിയും ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങി ചെക്ക് ചെയ്തായിരുന്നു രാത്രി ടോർച്ചൊക്കെ അടിച്ച്. കേസ് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. കേസ് ഇവിടെ അങ്ങനെയാണ് വണ്ടിയൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. നമ്മളെ വണ്ടിയില്ലേ കേസ്, നമ്മളെ RC ഇല്ലേ. ഈ RC ഇല്ലേ ഇന്നലെ അവിടെയാണ് ഞങ്ങളുടെ പാർക്ക് ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെ RC ഒന്നു നമ്മൾ RC ഇല്ലേ വെച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ചോദിച്ചെങ്കിലും നോക്കായിരുന്നു. ഇപ്പം ഈ ലോറി നമുക്ക് ആരെയും വിളിച്ച് പറയാൻ കൊണ്ട് എടുത്തുകൊണ്ടൊക്കെ പോവാൻ. വിളിച്ചിട്ടല്ലോ നമ്മൾ തോമസിനെ വിളിക്കാം, അല്ലെങ്കിൽ യാഷിനെ വിളിക്കാം.
ഗൈസ് നമ്മൾ നേരെ തിരിച്ച് നമ്മളെ സിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചേട്ടൻ്റെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര കൊള്ളക്കാരുടെയൊക്കെ സ്ഥലമാണ്. ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. നമ്മളെ വണ്ടി കൊള്ളക്കാർ കൊണ്ടുപോയിരുന്നു. അപ്പം എനിക്ക് ഓർമ്മ വന്നത് ഇതാണ്. ആണ്ടേ എങ്ങനെ ഇരിക്കണം. നമുക്ക് പോലീസിൻ്റെ കംപ്ലൈൻറ്റ് ചെയ്യണം ഗൈസ്. ഇത് നമ്മളാ ജലദോഷത്തിൻ്റെ ഇത് വിഷമത്തിൻ്റെ പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നു ഗൈസ്. ഇത്രയും നമ്മളെ പ്രസിഡൻറ്റിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ പുള്ളി മോഡിഫൈ ചെയ്ത വണ്ടിയായിരുന്നു. കാണുമ്പോൾ സാധാരണ ഫുൾ റേസിങ് കിറ്റും റൈഡിങ് കിറ്റും ഓഫ് റോഡ് കിറ്റും എല്ലാ കിറ്റുകളും പിടിച്ച വണ്ടിയായിരുന്നു. ആ വണ്ടിയാണ് ആ കാലുമാടന്മാർ കൊണ്ടുപോയ. കുള്ളക്കാർ അടി വെച്ച് കൊടുക്കാൻ തോന്നന്മാരെ. ഏകദേശം നമ്മൾ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവിടെ ആ ജനലിൽ നമ്മളിവിടെ നിന്നെന്ന് പറഞ്ഞൊരു രസത്തിൽ നിഴലൊക്കെ കൊണ്ട് നല്ല രസമുണ്ട്. ഇവിടുത്തെ മലയൊക്കെ ഇങ്ങനെ കുരുകുരാന്നാണ് കാണുന്നത്. അപ്പോൾ കേസ് നമുക്കിനി ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടു. അല്ല വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും. നേരെ നമ്മളെ വീട്ടിലോട്ട് എടുക്കാം. അപ്പോൾ ബൈ ഗൈസ്. പറഞ്ഞൊന്നും മറക്കില്ലേ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. നമുക്ക് ജീവിച്ച് പോകണ്ടേ പ്ലീസ് ഗൈസ്. നമുക്ക് വല്ലതും വേണ്ടേ നമ്മളെ പിച്ചച്ചട്ടിയിൽ. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ആരും ഇടുന്നില്ല ഗൈസ്. കാല് പിടിക്കാൻ ഗൈസ്. ഞാൻ കരയുകയാണ് ഗൈസ്. ആരെങ്കിലും എനിക്ക് കുറച്ച് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നാൽ ഞാൻ ജീവിച്ചു പോകും പ്ലീസ്.